ഗായ്സ്, വെൽക്കം ബാക്ക് ടു നമ്മുടെ ചാനൽ. അങ്ങനെ വണ്ടി എടുത്തിട്ട് ഏകദേശം 10 ദിവസത്തോളമായി. ഫസ്റ്റ് സർവീസിന് ടൈമായി. അപ്പോൾ ഫസ്റ്റ് സർവീസിന് പോണതല്ല, 926 കിലോമീറ്റർ, 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസമാണ് ഫസ്റ്റ് സർവീസ് ഇട്ടാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ജസ്റ്റ് നമുക്ക് വണ്ടി പാർക്കിലിടാം. ഇപ്പോൾ എന്തിനാണ് വന്നിരിക്കുന്നത് വെച്ചാൽ, നമ്മൾ കുറേ അധികം ദിവസത്തെ റിസർച്ചിന് ശേഷം, വണ്ടി എടുക്കുന്നതിന് മുമ്പേ ഉള്ളൊരു റിസർച്ചായിരുന്നു, നമ്മുടെ റെഫ്യൂസിന് വേണ്ടി നമുക്ക് വണ്ടിയിൽ എന്തായാലും ഒരു PPF ചെയ്യണം. അങ്ങനെ നമുക്ക് എവിടെ നിന്ന് ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്നുള്ള കുറേ ഡൗട്ട്സ് കാര്യങ്ങൾ, കുറേ അധികം റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം നമുക്കിവിടെ അടുത്തുള്ള ഒരു ടീമിൻ്റെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഏതാണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം. അപ്പോൾ അവരുടെ പ്ലാൻസ് കാര്യങ്ങൾ, ഏതൊക്കെയാണ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും എടുത്തു തരാം. അതുപോലെ തന്നെ 1000 കിലോമീറ്ററിനകത്ത്, അതായത് നമുക്ക് ഫസ്റ്റ് സർവീസിനകത്ത് വണ്ടി യൂസ് ടു ആവണതിന് മുമ്പേ തന്നെ നമുക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പോരായ്മകൾ, പ്ലസ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ യൂസ് ടു ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട മറ്റേ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കത് പ്രശ്നമില്ലാതാവും. മെയിനായിട്ട് ഒരു 360 പരിപാടി അങ്ങനത്തെ സാധനങ്ങളാണ് കേട്ടോ. അപ്പം ഈ വിലയ്ക്ക് നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് അടുത്ത് എന്തായാലും ചെയ്യാം. എല്ലാം കൂടെ ഒരു വീഡിയോ ചെയ്യാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ പോയാലും ഒരു 5 ദിവസത്തോളം ഇതിൻ്റെ പണിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു വീഡിയോ ചെയ്യാം. ഞാൻ വേണ്ട പാഡൽ ഷിഫ്റ്റർ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഫോർജ്ഡ് കാർബൺ. ഭയങ്കര രസമുള്ള സാധനം കേട്ടോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ വേണ്ട ഇങ്ങനെ നിൽക്കും, കിട്ടില്ലല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. എവിടെയാണെന്നുള്ളത് നിങ്ങൾ നേരിട്ട് കണ്ടോ കേട്ടോ. നമുക്ക് പാർക്ക് ചെയ്ത് മാറ്റി ഡ്രൈവ് മോഡ് ഇട്ടിട്ട് നമുക്ക് വണ്ടി എടുക്കാം. മൈലേജ് ഇപ്പോഴാണ് 11 കാണിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞ വഴിക്ക് ക്രൂസ് കൺട്രോളൊക്കെ ഇട്ട് പതുക്കെ ഒരു 70 പിടിച്ചൊക്കെ വരെയായിരുന്നു. അതുകൊണ്ടായിരിക്കും 2 സിലിണ്ടർ മോഡ് ആക്ടിവേറ്റ് ആയിട്ട് ആ ഒരു മൈലേജ് കാണിക്കുന്നത്. ഇന്നലെയൊക്കെ 4-2 ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു 10 എന്തായാലും കിട്ടും. നമ്മൾ നോർമലി നമ്മുടെ ആ ഒരു നോർമൽ യൂസിൽ 10 to 13 എന്തായാലും കിട്ടും. യൂസ് ചെയ്യാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പ്ലസ് അടിക്കാം. മാനുവലിൽ പോകും കേട്ടോ. മാനുവൽ 3 ആയി. ഇപ്പം നമുക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ അടിക്കാം. മാനുവൽ 2 ആയി. മാനുവലാണ്. അപ്പം നമുക്ക് തിരിച്ചിത് ഡ്രൈവ് മോഡിലാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഡ്രൈവ് മോഡായി. ഒന്നുകൂടെ ആക്കുമ്പോൾ സ്പോർട്ട് മോഡാണ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വേർട്ടസിൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ ഓട്ടിച്ച് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇത് സ്പോട്ടൊന്നും വേണ്ട ഇവിടെ. അപ്പോൾ ഇതാണ് നമുക്കുള്ള സംഭവം. അപ്പോൾ നമുക്ക് എന്തായാലും കാണിച്ചു തരാം. നമ്മൾ എത്താറായി. ഇവിടെ നിന്ന് ലെഫ്റ്റ് ഒരു വഴിയാണ് കാണിക്കുന്നത് കേട്ടോ. 2ാം കുറ്റിയാണ്. ുള്ളവർക്ക് വരാൻ എളുപ്പം ഇവിടെയാണ്. ഒന്നാമത്തെ ദിവസം ഇവരെ വർക്ക് അടിപൊളിയാണ്. ഒട്ടുമിക്ക ആൾക്കാരും റിവ്യൂസ് ഇട്ടിട്ടുള്ളതാണ്. അപ്പം റിവ്യൂസൊക്കെ നോക്കിയായിരുന്നു. വിളിച്ച് സംസാരിച്ചപ്പോഴും അവർ നമുക്ക് പറഞ്ഞു തന്ന ഡീറ്റെയിൽസ് പറഞ്ഞു തന്നതിൽ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പം വേറെ ടീമുകളെ വിളിച്ചപ്പോഴൊക്കെ അവർ പറഞ്ഞു തരുന്നതിലൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ ഫീൽ ചെയ്തു. സോ ഇവരുടെ ആ ഒരു കസ്റ്റമർക്ക് ഇപ്പം നമുക്കിപ്പോൾ വണ്ടിയെ പറ്റി, ലൈക്ക് എഞ്ചിനെ പറ്റിയിട്ടാണെങ്കിലും ടെക് പരമായിട്ടാണെങ്കിൽ ഫോൺ, ക്യാമറ, അതൊക്കെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ ഈ PPF ചെയ്യുന്നതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിഞ്ഞുകൂടാം. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ഗെയിൻ ചെയ്താലല്ലേ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ അത് അറിഞ്ഞൂടാത്ത ഒരാളാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ. അതിലെനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും നമുക്കൊരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലോ, അപ്പോൾ ആ ഒരു ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെ ഓക്കെ ആണെന്ന് തോന്നി. ഇപ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് വരാനായിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 70 കിലോമീറ്ററൊക്കെ വന്നാൽ മതി. നമ്മൾ എറണാകുളത്തൊക്കെ പോയി ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ട്രാവൽ ചെയ്ത് പോവേണ്ടി വരും. നമുക്ക് കൊണ്ടിട്ടിട്ട് തിരിച്ച് പിന്നെ വരണ പാട്, പിന്നെ എന്തെങ്കിലും ആവശ്യമായിട്ട് പോണ പാട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് 70 കിലോമീറ്ററിൻ്റെ ഇതല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത്. നമ്മളൊരു ചേട്ടനും കൂടെ വരാണ്ട് കേട്ടോ. വന്നിട്ട് ഒരുമിച്ച് അങ്ങ് കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് നെക്സ്റ്റ് ജനറേഷൻ ഇൻ കാർ കെയർ കൊല്ലത്താണ് കേട്ടോ. എനിക്ക് ഒന്നാമത്തെ ദിവസം നല്ല യൂസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ 5-6 ദിവസം കൊണ്ട് തന്നെ നമ്മൾ 900 കിലോമീറ്ററോളം ഓടിക്കഴിഞ്ഞു. അപ്പോൾ അത്രയും റഫ്യൂസാണ്. നമ്മുടെ നാട്ടിൻ പ്രദേശമാണ്. റോഡ് സൈഡിലൊക്കെ മറ്റേ പുല്ല് എന്നൊക്കെ പറയുമല്ലോ, പോച്ച എന്ന് പറയും, പുല്ലെന്ന് പറയും, ഗ്രാസ് ഇങ്ങനെ ചരിഞ്ഞൊക്കെ നിൽക്കണല്ലോ. അപ്പം ഇട്ട് ചുമ്മാ ഉരയ്ക്കണ്ട എന്നുള്ള ഇതിലാണ്. പിന്നെ വണ്ടിയിൽ എനിക്ക് വേറെ കോട്ടിങ് ഒന്നും ചെയ്യാൻ വലിയ താല്പര്യവും ഇല്ല. അതൊക്കെ കൊണ്ടാണ് ഞാൻ PPF ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യൂല. ഒരു 10-15 ലക്ഷം രൂപ വരെ വിലയുള്ള വണ്ടികളിൽ PPF ചെയ്യണത് എങ്ങനെയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നിങ്ങളുടെ യൂസ് എങ്ങനെയാണ് നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത്രയും വിലയും കൂടെ കിടക്കണോണ്ട് പെയിൻ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് ഉണ്ട് കേട്ടോ. 4 ഇയർ പെയിൻ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലും നമ്മളങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ കൊണ്ടൊരു ഉരച്ചാൽ ക്ലെയിം തന്നെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറേ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം. നമ്മുടെ ക്രിസ്റ്റ വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ അകത്ത് കയറാം കേട്ടോ. നല്ല ഒടിവുണ്ട് കേട്ടോ വണ്ടി. അതൊക്കെ ഡീറ്റെയിൽ വീഡിയോയിൽ പറയാം. ഇവിടെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ. അതുകൊണ്ടാണ് അവരുടെ സ്റ്റുഡിയോ അകത്ത് വേറെ ക്രെറ്റ കിടക്കണം കേട്ടോ. നമ്മളെ ക്രിസ്റ്റ ഓഫീറ്റാണ് ഗൈസ്. നമ്മൾ 2 വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് കേട്ടോ. പാർക്ക് ഓഫ് ചെയ്തല്ല, ഞാൻ ഓട്ടോ ഒന്ന് മാറ്റി പാർക്ക് ഇട്ടാക്കിയായിരുന്നു.
നീ ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞ് പോയാ നമ്മൾ ആദ്യം പോയില്ലേ, അവിടെ അല്ല കേട്ടോ PPF ചെയ്യുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ബാക്കി ഡീറ്റെയിലിംഗ് ഒക്കെ ആയിരിക്കും അവിടെ. ഇപ്പം എന്താ നമ്മളെ കൊണ്ടുപോകുന്നത് ആ ടീമാണ് കേട്ടോ. അവരവിടുത്തെ സ്റ്റാഫ്സാണ്. നമുക്ക് ലൊക്കേഷനുണ്ട്. അവർ പിന്നെ അവിടെ വന്ന് നമ്മളെ പിക്ക് ചെയ്തുകൊണ്ട് പോകണം കേട്ടോ. ഇവിടെ എവിടെയോ ആണ് ലൊക്കേഷൻ കാണിക്കുന്നത്. MGയുടെ ഷോറൂമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് MG റെനോ ബോട്ട് PPF എക്സ്ക്ലൂസീവ് സ്റ്റോർ കണ്ടോ. ഓക്കെ മിസ്റ്റർ ഗുബോട്ട്. സോ ഗൈസ്, നമ്മൾ വണ്ടി കൊണ്ട് PPF ആണ് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗുബോട്ടിൽ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹൈപ്പർ ഗ്ലോസി ആണ് കേട്ടോ ചെയ്യണം. ഹൈപ്പർ ഗ്ലോസി PPF ആണ് ചെയ്യണത്. വണ്ടിയിൽ ബോഡി ഫുള്ള് ചെയ്യണുണ്ട്. ബോഡി ഫുള്ള് ചെയ്യണുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻറ്റീരിയറും കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇൻറ്റീരിയറിൽ ഈ ഒരു പിയാനോ ബ്ലാക്ക് പറഞ്ഞ ആ ഒരു സാധനമൊക്കെ എനിക്ക് ചെയ്യാൻ പറഞ്ഞു. ഗിയർ നോബും കൂടെ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഗിയർ നോബും ചെയ്തതിനും ഞാൻ കൂളിങ്ങൊക്കെ ഞാൻ വേറെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. മോമോൻ്റെ ഒക്കെ ഞാൻ വെളിയിൽ നിന്ന് വേറെ ചെയ്തതാണ് കേട്ടോ. നമ്മളൊരു ടീം. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ചെയ്യാം. ഈ സൈഡിൽ ഒട്ടിച്ചിരിക്കുന്ന അത്യാവശ്യം ഒരു പ്രീമിയം സാധനമാണ്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അതായത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇരുട്ടും അകത്തും തുറന്ന് നോക്കുമ്പോൾ നല്ല വിസിബിലിറ്റിയും പറഞ്ഞത്. അത് അപ്പുറത്തെ ഡോറോട് തുറന്ന് നടക്കുന്നതാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള സാധനമാണ് ചെയ്തേക്കുന്നത്. അതിവിടെ ചെയ്തല്ല, അത് വേറെ പുറത്ത് നമ്മളൊരു ടീമൊന്നും ചെയ്ത് തന്നെയാണ്. നമ്മൾ പരിചയമുള്ള കുറച്ച് ടീമുണ്ട് കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇൻസ്റ്റയിൽ കൊടുത്തിട്ടുണ്ട്, ലൈഫ് ഓഫ് ബേയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കയറി നോക്കിയാൽ മതി കേട്ടോ. വേറെ PPF ഇനി ചെയ്യാൻ വേറെ ഒരിടം ഇല്ല. ഒരു ബുധനാഴ്ച വണ്ടി തരാമെന്നാണ് പറഞ്ഞത്. സോ നമുക്കിനി വണ്ടി എടുക്കാൻ വരുമ്പോൾ എന്താണ് സെറ്റപ്പ് എന്ന് നോക്കാം. അപ്പോൾ ഗുബോട്ടെ അടിപൊളിയായിട്ട് ചെയ്തു പോയി കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, നമ്മൾ വണ്ടി എടുക്കാനായിട്ട് ഗുബോട്ടിലെത്തിയിട്ടുണ്ട്. ഏകദേശം ശനിയാഴ്ച കൊടുത്ത് ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ചയാണ് വന്നേക്കുന്നത്. ഇന്നലെ പണി കഴിഞ്ഞു. ഒരു ദിവസം റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ വന്നതാണ്. ഇത് വേറൊരു വണ്ടിക്ക് ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. അവർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വെള്ളം പോകണണ്ട. ജർമ്മനി സാധനം എടുക്കാൻ ജർമ്മനി ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത് ഗൈസ്. 11 Let's go. We ain't slowing down, baby. Come and show me how. Gotta do it right now. You know you gotta hold me down. Can I let the moment pass? Good things they never last. Pull up in a whip, you know I had to hit the gas. Yeah, that's premium. Pull up with a team and I ain't worried about the other side. They know that they ain't beating. I'm on everything I love. Work to the man above. Keep it cool, calm, collected. At this point, you get the message. Life is hectic, but we gotta keep it rolling though. Gotta keep it grooving, keep it moving like we stole it though. Rolling with the punches, giving hits like we are Interscope. Even though I'm clocking, punching in, I'm independent though. Staying prayed up, ain't nothing gon' phase us. Ain't never gon' let a lame say what they just made up. I never take a pay cut, we getting what we worth in. I never change the blueprint cause we know it's really working. Keep on Moving, we keep on moving along. keep it moving, keep it rolling. No, we ain't slowing it down. Never slowing down, never. അപ്പോൾ ഇതാണ് അരുൺ ബ്രോ. കൊള്ളാം കേട്ടോ. അവർക്ക് അടിപൊളി. The movement, if I'm lying, then I'm flying. Don't play into the amusement. If we trying, we ain't dying. Never sleep, never sleep, never. The moment that you rest your head, they think they can't compete. ചെറിയ പൊടി വീണാലും അറിയാൻ പറ്റും അല്ലേ? അത്രയ്ക്കും ക്ലീൻ ആയിട്ട് ഇട്ടിരിക്കുക. നമുക്ക് ഇതിന്റെ വാറന്റി കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു നമ്മൾ 5 ഇയർ ആണ് ഇത് തരുന്നത്. നമ്മുടെ ഹൈപ്പർ ഗ്ലോസ് എന്ന് പറഞ്ഞിട്ടൊരു ഫിലിമായി അതിൻ്റെ അകത്ത് നിങ്ങൾ പറയുന്ന എല്ലാവിധ പെയിന്റ് പ്രൊഡക്ഷനും കിട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റോൺ ഷിപ്പിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടും. ബ്ലാക്ക് വണ്ടിയായിട്ട് ഒരുപാട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ വീഴുന്നത് നമ്മുടെ ഈ റോഡ് പണിയും അതുപോലെയുള്ള എല്ലാത്തിനും. ചില ആൾക്കാരൊക്കെ പറയും PPF ചെയ്യേണ്ട, കാരണം വണ്ടിയെ സ്നേഹിക്കുന്നവർക്ക്, കാരണം മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് റഫ് യൂസ് ആണ്. ഫോണിൽ നമ്മൾ സ്ക്രീൻ കാർ ഒട്ടിക്കുന്ന പോലെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിന്റെ ബാക്കി ടച്ചും കാര്യങ്ങളും രണ്ടാമത് പോളിഷ് പോലത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഒരു ചെക്കപ്പ് വരുന്നുണ്ട്. കാരണം അത് കഴിഞ്ഞിട്ട് 6 മാസം 1 വർഷം കൂടുമ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. PPF പ്രത്യേകിച്ച് മെയിൻറ്റെയിൻ ഒന്നും ഇല്ല. പിന്നെ നിങ്ങൾ റെഫ്യൂസ് ആണെങ്കിൽ അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെ അതിൻ്റെ ആ ക്വാളിറ്റി പോകും. അപ്പോൾ അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്താ ഒരു ക്ലെയിം, അതായത് ഈ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ നമ്മൾ പുറത്ത് പൈസ കൊടുത്ത് ടച്ച് ചെയ്യാതെയും അതുപോലെ തന്നെ ഒരു ക്ലെയിമിന് കയറാതെയൊക്കെ നമുക്ക് വണ്ടി കൊണ്ട് നടക്കാൻ പറ്റും. ബേസിക്കലി ഞാനിത് ചെയ്യാൻ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് റഫ്യൂസ് ആണ്. എനിക്ക് റഫ്യൂസ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യൂലായിരുന്നു. ഇപ്പോൾ നമ്മൾ ബലൂനിൽ ആണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ റഫ്യൂസിന് വേണ്ടി എടുത്തതല്ല. പക്ഷേ അത് നല്ല ഓട്ടോ ഓടി, എന്നാലും ഇതിനിപ്പോൾ റഫ്യൂസ് വരും. അത് പക്ക അടിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മളെ മിററിലെല്ലാം അടിച്ചിട്ടുണ്ട് കേട്ടോ, പക്ക. എടേ എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട്?
ജർമ്മനി എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. ബെലാനയാണ് താങ്ക്സ് ടു നല്ല ഇത്രയും സീരിയസ്ലി ഞാനും പ്രതീക്ഷിച്ചില്ല ഇത്രയും പക്ക കേട്ടോ ചെയ്തേക്കണേക്ക. ഗൈസ് ഞാൻ ഇതിന്റെ ബാക്കി പരിപാടികൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം എന്താ ബാക്കി പറയാം. ഓക്കെ We keep on moving. We keep on moving along. We keep on rolling. No, we ain't slowing it down. We ain't slowing keep down. on moving. We keep on moving along. ഓ പൊളി സാധനം അതന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. Come and show me how, gotta do it right now. You know you gotta hold me down. Can I let the moment pass? Good things they never last. Pull up in a whip, you know I had to hit the gas. Yeah, that's premium. Pull up with a team and them ain't worried about the other side. They know that they ain't beating them on everything I love. Work to the man above, keep it cool, calm, collected. At this point you get the message. Life is hectic, but we gotta keep it rolling though. Gotta keep it grooving, keep it moving like we stole it though. Rolling with the punches, giving hits like we are Interscope. Even though I'm clocking, punching in, I'm independent though. Staying prayed up, ain't nothing gon' phase us. Ain't never gon' let a lame say what they just made up. I never take a pay cut, we getting what we worked in. I never change the blueprint cause we know it's really Keep working. on moving. Moving, We keep on moving along. keep it moving, Keep keep on it rolling. rolling. No, we ain't slowing it down. Never slowing down, Keep never on moving. moving. ഗൈസ് ഞാൻ അങ്ങനെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. ഞാൻ നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഇത്രയും പ്രതീക്ഷയല്ല കേട്ടോ വന്ന. സീരിയസ്ലി നിങ്ങളിത് പ്രൊമോഷന് കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും കൂട്ടിയൊന്നും ചെയ്യരുത്. നമ്മളൊക്കെ കാശ് കൊടുത്ത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ വണ്ടിക്ക് വേണ്ടി നമ്മൾ 10 പൈസ മുടക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു ഇത് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് എനിക്ക് ഫീൽ ചെയ്യണേ കേട്ടോ. പക്ക അടിച്ചിട്ടുണ്ട്. അവർ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറൊക്കെ പക്ക. ഒരു പെർഫ്യൂമൊക്കെ ഇട്ടേക്കുന്നത് കേട്ടോ. ഞാൻ അടിയിൽ കുഞ്ഞിട്ട് കമ്പി നോക്കട് വളയ്ക്കാം അല്ല ബാക്കിലോട്ട് പോകാനുള്ള പറ്റേതല്ലേ. എടാ ഞാൻ നാളെ സർവീസും കൂടെ ചെയ്തിട്ട് സീറ്റിൻ്റെ കവറിനൊക്കെ ഊരി കളയണം കേട്ടോ. നാളെ സർവീസ് ചെയ്യാൻ പോകുമ്പോൾ 1000 കിലോമീറ്റർ 929 കിലോമീറ്റർ ആയിട്ടാ. അപ്പോൾ നാളെ സർവീസ് ചെയ്യാൻ പോകുമ്പോൾ അവർ തന്നെ കവറൊക്കെ ഊരി കളയിട്ട് കേട്ടോ. പാർക്കിങ്ങിൽ കിടക്കുകയാണ്. ഗിയർ അവരൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് സെറ്റ്. ഡ്രൈവ് ഹാൻഡ് ബ്രേക്ക് എടുക്കണ്ട. ഇപ്പം കുറച്ച് കൂൾ ഡൗൺ ആവട്ടെ വണ്ടി. അവിടെ ഫുൾ ഷൂട്ടിലാണ് ഗൈസ്. എനിക്ക് റീലിടാനും അവർക്ക് അവരുടെ പേജിലിടാനുള്ളത് അവരവർക്ക് എടുക്കുന്നതിന് കേട്ടോ. അവരുടെ പേജിനകത്ത് എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഒരു ഇത് കാണും. ഞാനും പറഞ്ഞ് ഒരു ഫീഡ്ബാക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ എനിക്ക് സീരിയസ്ലി നിങ്ങളുടെ അടുത്തൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഗുബോട്ടിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ ഗുബോട്ട് മാത്രമല്ല, ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്ന എല്ലായിടത്തും ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് റെസ്പോണ്ട് ചെയ്തവർ കുറവാണ്. അതിലേറ്റവും നല്ല രീതിക്ക് എനിക്ക് റെസ്പോണ്ട് ചെയ്തത് മിസ്റ്റർ ഗിബോട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതല്ല, നമ്മളും കസ്റ്റമേഴ്സിനടുത്ത് ഇടപെടുന്ന ആൾക്കാരാണ്. അപ്പം ആ ഇടപെടലിൽ നമുക്ക് ആ കസ്റ്റമറുടെ കയ്യിലിരിക്കുന്ന 10 രൂപ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ നല്ലപോലെ സംസാരിച്ച് കൺവീൻസ് ചെയ്യണം. ഇതിലിപ്പോൾ അവർ കൺവീൻസ് ചെയ്തു എന്നല്ല, അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്, അവരെന്തിനാണ് PPF ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, എല്ലാം ഒരു അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് പറഞ്ഞു തരും പോലെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിലാണ് ഞാൻ ഓക്കെ ആയത്. അവരുടെ പ്രോഡക്റ്റ് ഒക്കെ പക്കയാണെങ്കിൽ ഇവരെ എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ച് അവരുടെ ആ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞതും അവരുടെ ആ ഒരു സർവീസ് പാക്കേജ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും എല്ലാം കൊണ്ടും പക്കയായിട്ട് തോന്നിയ സംഭവം. അങ്ങനെയാണ് ഞാൻ ഗുബോട്ടിനെ കോൺടാക്ട് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഓണറുമായിട്ട് സംസാരിച്ചു. ഓണർ നേരിട്ട് വന്നു. ഇപ്പം നമ്മൾ കണ്ടില്ലേ ഓണർ. അപ്പോൾ അതൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. കസ്റ്റമർ അത്രത്തോളം കസ്റ്റമേഴ്സിൻ്റെ ടൈമിനെയും അവരെൻ്റെ അടുത്ത് ബുധനാഴ്ച തരാമെന്ന് പറഞ്ഞു. ഒരു ദിവസവും കൂടെ ഇട്ടാൽ റെസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ വ്യാഴാഴ്ച വന്നതാണ്. പറഞ്ഞ ടൈമിൽ തന്നെ സാധനം തന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഗുഡ് കാര്യങ്ങൾ ഗൈസ്. എന്തായാലും 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു 15 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. 15 ദിവസം കഴിഞ്ഞിട്ട് സർവീസിന് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. ഗൈസ് ഞാൻ വണ്ടി ഒന്ന് പുറത്തിറങ്ങി ഒന്ന് കണ്ടിട്ട് നോക്കട്ടെ. നമ്മളിപ്പോൾ സ്റ്റുഡിയോ ലൈറ്റിനകത്തിരുന്നല്ലേ കണ്ടത്. പുറത്തിറങ്ങി ഒന്ന് കണ്ടു നോക്കട്ടെ. ഇതിപ്പം PPF വേറെ ചെയ്തിട്ടൊക്കെയാണ്. ഇത് നോക്ക്, അതുപോലെ കിടപ്പുണ്ട് കേട്ടോ. കൊള്ളാടേ. സോ ഗൈസ് മിസ്റ്റർ ഗിബോട്ട് പൊളി വർക്ക് കേട്ടോ. കൊള്ളാം. ഇനി നമുക്ക് ബാക്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാണ്ട് കേട്ടോ. നമ്മുടെ വേർട്ടസ് എന്ന് എഴുതിയതും GT എന്ന് എഴുതിയതും ഒട്ടിക്കാണ്ട് അതിനി 15 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഇവിടെ അതും കൂടെ വരും. അപ്പോൾ ഒരു ദിവസം കൂടെ വണ്ടി നമ്മളിവിടെ ഇട്ടിരുന്നെങ്കിൽ നമുക്ക് അതും കൂടെ ഒട്ടിക്കായിരുന്നു. പക്ഷേ വേണ്ട, എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് അവരെനിക്ക് നേരത്തെ ചെയ്ത് തന്നെയാണ് കേട്ടോ പറഞ്ഞ ടൈമിൽ. അപ്പോൾ ഗൈസ് ഒന്നുകൂടെ പറയാം, മിസ്റ്റർ ഗിബോട്ട് എന്ത് തരം വണ്ടിയിലെ വർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. ഓണർ നമ്മൾ പോണവരെ അവിടെ നിൽക്കുകയാണ്. ശരി ബ്രോ. ഓക്കെ ശരി, കാണാം.
കസ്റ്റമേഴ്സിനെ പക്കയായിട്ട് ഡീൽ ചെയ്യണം അല്ലേ? അപ്പോൾ ഗൈസ് എങ്ങനെയുണ്ട് അടുത്ത സാധനം? സെറ്റാണ്. പൊളി. നമ്മളിനി ഒന്ന് പൊളിക്കട്ടെ. അപ്പോൾ വണ്ടിയുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഗുബോട്ടിൻ്റെ നമ്പർ താഴെ കൊടുത്തേക്കാം. വേണമെന്നുള്ളൊരു വന്ന് PPF ഒക്കെ ചെയ്ത് പോളിഷൊക്കെ ചെയ്ത് വാഷൊക്കെ ചെയ്ത് എന്ത് സെറ്റപ്പ് വേണോ ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്.